ഇതാണ് എമിറേറ്റ്സിൻ്റെ ഡബിൾ ഡെക്കർ ഫ്ലൈറ്റ്. ഇതിനകത്താണ് ഞാൻ ദുബായിക്ക് ഇന്ന് യാത്ര ചെയ്യുന്നത്. ഡബിൾ ഡെക്കറാണ്, എയർബസ് A380. നമ്മളപ്പോൾ ഗേറ്റ് തപ്പിയുള്ള പോക്കാട്ടോ. നമ്മുടെ ഗേറ്റിൻ്റെ അങ്ങോട്ടാണ്. നല്ല തിരക്കാണ് എയർപോർട്ടിൽ. ഇപ്പോൾ ഓൾറെഡി ടൈം ആയതുകൊണ്ട് ഫ്ലൈറ്റ് ഫുള്ളാണെന്ന് ആണ് അവർ പറഞ്ഞത്. എനിവേ നമുക്ക് ഗേറ്റ് അന്വേഷിച്ച് പോകാം. ഗ്യാറ്റ്വിക് എയർപോർട്ട് അത്യാവശ്യം വലിയ എയർപോർട്ടാട്ടോ. അങ്ങനെ ലണ്ടനിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് കേട്ടോ. നമ്മൾ ഗേറ്റിൻ്റെ അങ്ങോട്ട് നടക്കുവാണ്. നല്ല പെർഫ്യൂമുകളുടെ ഒത്തിരി കളക്ഷൻ ഉണ്ട്. നമുക്ക് സാമ്പിൾ എടുത്ത് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഒരു ഫ്ലൈറ്റാണ് കിടക്കുന്നത്. അപ്പുറത്തൊരു EasyJet ഉണ്ട്, തൊട്ടിപ്പുറത്ത് മറ്റൊരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. എയർ ചൈനയുടെ ഒരു ഫ്ലൈറ്റാണ്. ഞാൻ കയറിയ എമിറേറ്റ്സ് ഫ്ലൈറ്റിൻ്റെ മേലിലേക്കുള്ള സ്റ്റെപ്പാണ് കേട്ടോ. ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് മേലിൽ നമ്മൾ എത്തുന്നത്. അപ്പോൾ താഴെ കുറേ യാത്രക്കാർക്ക് ഇരിക്കാം, മേലിൽ ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് മേലിലിരിക്കാം. ഹലോ ഗായ്സ്, അങ്ങനെ ദുബായിലെത്തിയിട്ട് ദുബായ് എയർപോർട്ടിലാണ്. വളരെ വലിയ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പക്ഷേ സർവീസ് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു. എനിക്ക് ഫുഡ് പോലും കിട്ടിയില്ല. പിന്നീട് ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു, എന്നിട്ടാണ് എനിക്ക് ഫുഡ് അവർ തന്നത്. ഒത്തിരി ആളുകളുള്ള ഫ്ലൈറ്റാണ്, ഒത്തിരി ഡബിൾ ഡെക്കറും കാര്യങ്ങളൊക്കെയാണ്, നല്ല സർവീസ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് സർവീസ് മോശമായിരുന്നു. കാരണം എൻ്റെ തൊട്ട് പിറകിൽ നിന്നാണ് അവരൊരു ട്രോളി ഫുഡിൻ്റെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് 1 തൊട്ട് ഞാൻ 55 ആയിരുന്നു. അപ്പോൾ 55ലേക്ക് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷേ ഒരു 53 കഴിഞ്ഞപ്പോൾ അവർ ട്രോളിയൊക്കെ കിച്ചണിൽ കയറ്റി. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഫുഡ് കിട്ടാതെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്തിരുന്ന ഒരു 4 പേർക്ക് കിട്ടിയില്ല. അപ്പോഴാണ് അവർ കൊണ്ടുവന്ന് തന്നത്. പിന്നെ അവർ കട്ട്ലറീസ്, എനിക്ക് ഫുഡ് കഴിക്കാനായിട്ട് കട്ട്ലറീസ് തന്നില്ല. ഞാൻ വീണ്ടും അവരോട് പറഞ്ഞു. അതിൻ്റെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഹാപ്പിയല്ല, ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് നിന്ന് വളരെ സോറി പറയൽ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് സ്നാക്സ് കൊടുക്കുന്ന സമയമുണ്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണതിന് മുമ്പ്, അപ്പോഴും എനിക്ക് കിട്ടില്ല. അപ്പോൾ ഒരു കാരണം പറഞ്ഞത് ഞാൻ ഉറങ്ങുമായിരുന്നു, അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി
തന്നില്ല. അതിപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ലഞ്ച് തന്നില്ല. അപ്പോൾ കൂടുതലും വെള്ളക്കാരായിരുന്നു. അവർ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ 90% വെള്ളക്കാരായിരുന്നു, പാസഞ്ചേഴ്സും വെള്ളക്കാരായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഭയങ്കര കാര്യമായിട്ട് ട്രീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ മനഃപൂർവ്വം അവോയ്ഡ് പോലെ എനിക്ക് തോന്നി. ഞാൻ ഹാപ്പി എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പിന്നീട് എന്നോട് സോറി പറയാൻ, ഞാൻ കംപ്ലൈൻറ്റ് ആക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സോറിയൊക്കെ പറഞ്ഞ് എന്തായാലും ഞാൻ എൻ്റെ ഏജൻറ്റിൻ്റെ അടുത്ത് ഞാൻ റിപ്പോർട്ട് ചെയ്യണം, എയർലൈനിലും റിപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മളും പൈസ കൊടുത്തിട്ടാണല്ലോ പോകണം. ഞാൻ അവരോട് പറഞ്ഞു, ഞാനും ഒത്തിരി പൈസ കൊടുത്തിട്ടാണ്, എല്ലാവരെ പോലെ തന്നെ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാനും വന്നത്. എനിക്കും ഒരേ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരണമല്ലോ. അവരുടെ സർവീസ് എല്ലാവർക്കും ഈക്വൽ ആയിരിക്കണമല്ലോ. എന്തായാലും വളരെ മോശം സർവീസായിരുന്നു. ഞാൻ അവരോടും പറഞ്ഞു, ഞാൻ ഒത്തിരി ഫ്ലൈറ്റുകളിൽ പോയിട്ടുണ്ട്, പല കമ്പനികളുടെ പോയിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു അനുഭവം എനിക്ക് ആദ്യമായിട്ടാണ്. ഞാൻ എയർ ഇന്ത്യയിലാണ് കഴിഞ്ഞ പ്രാവശ്യം യാത്ര ചെയ്തത്. പക്ഷേ ഇതിനേക്കാളും വളരെ മെച്ചപ്പെട്ട യാത്രയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇനി കൊച്ചിയിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ദുബായ് ടു കൊച്ചി യാത്ര കഴിഞ്ഞ് കൊച്ചിയിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ബാഗ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ മനോഹരമായ ബാഗുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാഗ് എടുക്കുക എന്നുള്ളത് ഒരു എന്താ പറയുക, വെയിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ നിൽക്കണം. വെയിറ്റ് ചെയ്ത് ബാഗ് എടുത്തിട്ട് വീട്ടിലേക്ക് പെട്ടെന്ന് പോകുന്നതിനുള്ള തിരക്കിലായിരിക്കും എല്ലാവരും. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണം. നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഗേറ്റ്